ഹായ് ഗായ്സ്, വെൽക്കം ടു യാത്രക്കാരൻ വ്ലോഗ്സ്. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ഗോവയ്ക്ക് പോകാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നമ്മുടെ ആഷിക്കും തൻവീറും ആഷിഖറും എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ ഈ ഗോവ ട്രിപ്പ് പോകുന്നത് കേട്ടോ. അത് AC കോച്ചിലാണ്. അതും ഫസ്റ്റ് ടൈമാണ് ഞാനൊരു AC കോച്ചിൽ ട്രാവൽ ചെയ്യാൻ. നോർമൽ ആയിട്ടുള്ള കോച്ചിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ ഉള്ളിലേക്ക് എത്തി. നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഉള്ള ബസ്സിൻ്റെ ഒരു ഇന്റീരിയർ പോലെ കിട്ടില്ലായിരുന്നു കേട്ടോ. മുൻദിനം പാർത്തേനെ. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അകന്നുള്ള സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ആലുവയുടെ ഈ ഒരു ഭംഗി ആകണം. നമ്മുടെ റെയിൽവേയിലാണെങ്കിൽ നമ്മുടെ ആ പില്ലോക്ക് കവറൊക്കെ ഇട്ടിരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ആ റൺവേയിലൂടെ ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ട്രെയിൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ആദ്യമായിട്ടാണ് ട്രെയിൻ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ എയർപോർട്ടൊക്കെ കാണുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്. ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിലാണെങ്കിൽ ഇതുപോലെ പില്ലോസും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സും. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലാങ്കറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഒരുപാട് നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, കാരണം ഞങ്ങൾ ട്രെയിനിലാണ്. ഇത് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ആണ്. ഈ ഒരു ചേട്ടനാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ടോ. പാവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ട്. അതുപോലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുഴയോരൊക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഒരുമിച്ചുള്ള ഈ ഒരു യാത്ര കിടലാവണം. വന്ദേ ഭാരതൊക്കെ കണ്ട്. അപ്പോൾ ഒരെണ്ണം ചായ വേണമെന്ന് വെച്ചു. യോമ ഒരു ചായയൊക്കെ പറഞ്ഞത് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും യാത്ര ഇങ്ങനെ പോവുകയാണ്. ഏതൊരു ട്രാവലിന്റെ ഇടയിലും ഇവനെ കച്ചവടം വരും. ഇവന് കച്ചവടം ഇല്ലാത്ത ടൈം ഉണ്ടാവില്ല. തൻവീറാണെങ്കിലും മെസ്സേജ് അയക്കാനുള്ള തിരക്കില് അങ്ങനത്തെ മെസ്സേജ് നമ്മുടെ കോൺട്രാക്ട് വെച്ചാൽ നമ്മുടെ ആഷിക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഇവിടുത്തെ ടോയ്ലറ്റിനെ കുറിച്ച് ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലൈൻസ് പറയും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടോ. റെയിൽവേയിൽ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ക്ലീൻനെസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ. AC കോച്ചിൽ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് ഇതിനുള്ളത്. ഇവരിത് നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. അതായത് ഇതുപോലെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പാക്കൊക്കെ ചെയ്തിട്ടാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിലും. എനിക്ക് അവിടെ റെയിൽവേയും അതുപോലെ തന്നെ മണ്ണൊക്കെ വാരി പുഴയുടെ ഒക്കെ അവസ്ഥ നോക്കി. പുതിയ പാലം പില്ലറൊക്കെ അടിക്കുന്നതിൻ്റെ മടക്കി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. അങ്ങനെ പോതപ്പൊക്കെ പോയിച്ച് കിടക്കാം. നട്ടുവെച്ചിട്ട് അല്ലേ ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഓർഡർ ചെയ്ത എഗ് ബിരിയാണി ഒക്കെ കഴിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ട്രെയിനിൽ നിന്ന് കിട്ടിയ എഗ് ബിരിയാണി ഒരു അച്ചാറൊക്കെ ഉണ്ട്. എടാ എഗ് ബിരിയാണിക്ക് എത്രയാടാ? 100? 2 മുട്ടയൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ പോലും കിട്ടൂല. ഫൈനലി അവിടെ നേരത്തെ ഒരു അപ്പാപ്പനായിട്ട് അടിയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങള് 2 സീറ്റിന്റെ ഇത് പറഞ്ഞ് ഞങ്ങൾ മാറിയിരിക്കുകയാണ് ഗായ്സ്. പുതിയ ഇത് കിട്ടിയിട്ടുണ്ട് 21, 22, 20, 90. അങ്ങനെ പഴംപൊരി കഴിക്കുകയാണ് ഗായ്സ്. എങ്ങനെയാ പഴംപൊരി? വളരെ നല്ലത്. അടിപൊളി സാധനം.